ഇടുക്കിയിൽ പടയപ്പ എന്ന കൊമ്പനാനെ പ്രകോപിപ്പിക്കാനായ നീക്കം നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു നീക്കം ഉണ്ടായത്. വാഹനം ഉപയോഗിച്ച് ഇടിക്കാനാണ് പടയപ്പയോട് ശ്രമിച്ചത് നാട്ടുകാർ. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തെത്തുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം മൃഗശല്യത്തെ സംബന്ധിച്ച്. നോക്കൂ, അതായത് പടയപ്പ യഥാർത്ഥത്തിൽ ആൾക്കാരെ ഒന്നും കൊലപ്പെടുത്തിയതായി ഇതുവരെ അറിവില്ല. പക്ഷെ അങ്ങനെയുള്ള പടയപ്പയെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ നേരത്തെയും പലരുടെയും ഭാഗത്തുണ്ടായതിനെ വനം വകുപ്പ് അടക്കം അധികൃതർ വലിയ വിമർശനങ്ങളും താക്കീതും നൽകിയതാണ്. ഇപ്പോഴിതാ പടയപ്പ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ പടയപ്പയുടെ അടുത്തേക്ക് ജീപ്പ് ഇടിച്ചു കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തെത്തുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി നമ്മളുടെ പ്രതിനിധി ചേരുകയാണ്. ബിനീഷ്, അതായത് പടയപ്പ അവിടെ നിൽക്കുന്നു, ചിഹ്നം വിളിക്കുന്നു, പക്ഷേ വാഹനത്തിൻ്റെ ലൈറ്റ് അടിച്ചിട്ടാണ് ഈ പടയപ്പയ്ക്ക് അടുത്തേക്ക് വാഹനം ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നത്. ദിൽഷാദ്, ഇത് ഇന്നലെ രാത്രിയോടെ ഉണ്ടായ ഒരു സംഭവമാണ്. ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് വേറെ എസ്റ്റേറ്റിൽ നിന്ന് വന്ന യുവാക്കളാണ് ഈ ജീപ്പേഴ്സ് വന്നിരുന്നത്. ഈ ക്ഷേത്രോത്സവം കഴിഞ്ഞ് പോകെ പടയപ്പ ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിനോട് ബന്ധപ്പെട്ട് വാഴകൾ കിട്ടിയിട്ടുണ്ട്. ഈ വാഴകളെല്ലാം തന്നെ റോഡിൽ നിന്ന് കഴിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പിന്നീട് ഈ ജീപ്പിലെത്തിയ സംഘം ഈ പടയപ്പത്തിന് നേരെ പ്രകോപനം ഉണ്ടാക്കാൻ ജീപ്പ് ഇടിപ്പിച്ച് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇടയ്ക്ക് പടയപ്പ ഒന്ന് ചിഹ്നം വിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള തോട്ടം മേഖലയിലുള്ള ആളുകൾ, ആ എസ്റ്റേറ്റിലെ ആളുകൾ തന്നെ ഈ ജീപ്പിൽ സംബന്ധിച്ച ആളുകളായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഈ എത്രത്തിലുള്ള പരിപാടി കാണിക്കുന്നത്, അത് നാളെ നിങ്ങൾ പരാതിപ്പെടും എന്നുള്ള രീതിയിലെല്ലാം തന്നെ ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഇതിനായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. പിന്നീട് എസ്റ്റേറ്റ് തൊഴിലാളികൾ കൂടുതലായി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നതാണ് ഈ ജീപ്പിൽ സഞ്ചരിച്ച ആളുകൾ. ഇവിടുന്ന് പിന്നീട് ആണിക്ക് പ്രകോപനം ഉണ്ടാക്കാതെ ഇവിടുന്ന് കടന്നുപോയത്. ഏതായാലും ഇന്ന് ഈ വനവകുപ്പിൽ പരാതി നൽകുമെന്ന് തന്നെയാണ് ഈ തൊഴിലാളികൾ പറഞ്ഞിരിക്കുന്നത്. ഇവർക്കൊക്കെ നടപടി എടുക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ തൊഴിലാളികൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളല്ല, പടയപ്പ മേഖലയിൽ എന്നിറങ്ങുന്നു ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കൃഷികളൊക്കെ മാത്രം നശിപ്പിച്ച്, അല്ലെങ്കിൽ അത്തരത്തിൽ പോകുന്ന ഒരു പടയപ്പയെ എന്തിന് പ്രകോപനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാക്കുന്ന നടപടി സ്വീകരിക്കണം എന്നൊക്കെ തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും വനവകുപ്പ് ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ വാഹനം അത്തരത്തിൽ പടയപ്പയ്ക്ക് മേൽ ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചവരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ വനം വകുപ്പിന്? അത് ഏത് ജീപ്പാണ്, അതിൽ സഞ്ചരിച്ചിരുന്നത് ആരാണ്, എന്താണ് അവർ അത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കാരണം, അവർക്കെതിരായി മറ്റ് നടപടികൾ ഇതെങ്ങനെ പറയുന്നുണ്ടോ? ദൃശ്യങ്ങളടക്കം ഈ പുറത്തു വന്നതോടെ വനവകുപ്പ് തീർച്ചയായും ഇത് പരിശോധിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പരിശോധിച്ച ശേഷം ഈ തൊഴിലാളികൾ, ഇത് ദൃശ്യങ്ങൾ പുറത്തിയ തൊഴിലാളികൾ ആ എസ്റ്റേറ്റിൽ തന്നെയുള്ളവരാണെന്ന് അവരോട് തന്നെ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഈ ജീപ്പും പിടിച്ചെടുക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നാട്ടിലെ ആളുകൾ തന്നെ വളരെ വർഷങ്ങളുടെ പടയത്തെ ഇടിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഇതെല്ലാം തന്നെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആളുകളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഏതായാലും വനവകുപ്പ് ഇതിനെ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പ്രദേശത്ത് അല്പസമയത്തിന് ശേഷം വനവകുപ്പ് എത്താനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. വന്ന ഈ തൊഴിലാളികളുടെ വിവരം ചോദിച്ചറിഞ്ഞ് ഇവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ പടയപ്പ എന്ന കൊമ്പനാനയ്ക്ക് നേരെ ജീപ്പ് പിടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് പുറത്തു വന്നത്. വനം വകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സംഭവം. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടുകൂടിയാണ് അധികൃതർ നടപടിക്ക് ഒരുങ്ങുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ദൃശ്യങ്ങൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി നൽകിയത്.